എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ തമ്പനയിലാണ്. യൂട്യൂബ് തമ്പനയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ തമ്പനയിലിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം. 1280 × 720 ഓക്കെ. സൈസും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ തമ്പനയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആടെ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആടെ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഈ പിക്ക് ആഡ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിലേക്കൊരു ഷേപ്പാണ് വേണ്ടത്. ആ ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്ന ഭാഗത്തേക്ക് ഒരു ഷേപ്പാണ് വേണ്ടത്. ഓക്കെ, ഷേപ്പ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കളർ ആഡ് ചെയ്യാം. ഓക്കെ, കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ലോക്ക് ചെയ്യാം. ഇനി അടുത്തത് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് എന്ന് പറയുമ്പോൾ ജിത്തു ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ മോഹൻലാലിൻ്റെ സിനിമയിലെ ആ ടൈറ്റിലാണ് നമുക്ക് വേണ്ടത്. ആ ടൈറ്റിലിൻ്റെ 20th എന്നുള്ള ആ ടൈറ്റിലാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഓക്കെ, 20th Man അത്രയും ഭാഗം നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ അത്രയും ഭാഗം നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ അക്ഷരം മാത്രം, ആ 20th Man എന്നുള്ള അക്ഷരം മാത്രം നമുക്ക് എടുക്കണം. അതിന് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ 20th Man ഉള്ള ആ വെള്ള സംഭവമില്ലേ, ആ ടൈറ്റിൽ വരുന്ന വെള്ള, അത് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, അത് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇറേസ് ചെയ്ത കളഞ്ഞ ഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ആ ബ്ലാക്ക് ആയിട്ട് വരുന്നത്, അത് റിമൂവ് ചെയ്തെടുക്കണം. അപ്പം റിമൂവ് ചെയ്തെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, എടുക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഒരു ഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് അത്രയും സെലക്ട് ചെയ്യാം. ഓക്കെ, ആ 20th Man എന്നുള്ള ആ പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ആ ലെറ്റർ വരുന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മളിപ്പം നമ്മൾ വരച്ചു കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതത്ര സെറ്റ് ആയിട്ടുണ്ട്. നമ്മളത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ പുറത്തോട്ട് പോകാൻ പാടില്ല. ഓക്കെ, ഫൈനലി അത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ സ്കെച്ച് ചെയ്ത ഭാഗം ആ ടൈറ്റിലിൻ്റെ ബാക്കി വരണം. ബാക്കി വന്നിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷം ആ റെഡില്ലേ, ആ റെഡ് ബാക്ക്ഗ്രൗണ്ട് നമുക്കതൊന്ന് ഇറേസ് ചെയ്ത് കളയാം. നമ്മളത് മുന്നേ ചെയ്തോട്ട് തന്നെ ഇറേസിൻ്റെ ഓപ്ഷനിൽ വന്ന് റെഡ് ക്ലിക്ക് ചെയ്ത് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് പെട്ടെന്ന് കാണാൻ പറ്റുള്ള ഒരു കളർ കൊടുക്കാം. ഒരു വൈറ്റ് കളർ കൂടെ കൊടുത്താൽ ഇപ്പോൾ എടുത്തറിയാൻ പറ്റും. ഞാൻ അടുത്ത് പറയുമ്പോൾ ഇതിലേക്ക് ആരുടെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആ ആടെ പേര് ടൈപ്പ് ചെയ്ത് ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അത് ഫിക്സ് ആയിട്ടുണ്ട്. അതൊന്നുകൂടെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് അവിടെ ഇൻ്റർവ്യൂ, ജിത്തു ജോസഫിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പം ജിത്തു ജോസഫിൻ്റെ ടൈറ്റില്, അതിൻ്റെ സബ് ടൈറ്റില് ഇൻ്റർവ്യൂ നടക്കാം. ഇനി അപ്പുറത്ത് ഇപ്പുറത്തും ഉള്ള 2 വരകളില്ലേ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഷേപ്പ് എടുത്തിട്ട് ഒപ്പാസിറ്റി കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കി എത്രയാണ് വേണ്ടത് അത്ര എടുക്കുക. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്രയാണ് പോർഷൻ വേണ്ടത് അത്ര ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ന്യൂ ഷേപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് എടുത്ത തമ്പനയിലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ഒരു ബോർഡർ ഇട്ട് കൊടുക്കണം. അപ്പം ഒപ്പാസിറ്റി കുറച്ച് സ്ട്രോക്ക് ആഡ് ചെയ്ത് റേഡിയസ് ഒരു 3 ഇട്ടിട്ട് കളർ ഒരു വൈറ്റ് കൊടുക്കുക. എന്നിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക.
ഓക്കെ, അത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ 20th മാനുള്ള അതിൻ്റെ ആശീർവാദിൻ്റെ ആ ടോപ്പിലുള്ളത് നമുക്കത് ഇറേസ് ചെയ്ത് കളയാം. ഒരു ലുക്ക് തോന്നിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ തമ്പനയിൽ ഫൈനലി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.